അത് കണ്ടില്ലടാ ഞാൻ ബിജിഎം അന്നേരം. സെലക്ഷനും എന്റെ അമ്മോ. വിജയ സെലക്ഷൻ സിനിമ ഭയങ്കര അടിപൊളിയാ. ഒന്നും പക്ഷെ SRK വരില്ലല്ലോ ആരും. അതിനെ സിറ്റിയില് എന്തായി സിറ്റിയില് സിറ്റിയില് ഒന്നുമില്ല. വോയിസ് ബഗ്. വോയിസ് വോയിസ് ബഗ് ആണല്ലേ? അപ്പൊ നമുക്ക് ആരെ തെറി വിളിച്ചാലും കേക്കില്ലല്ലേ? ഇല്ല ദേശം നമ്പർ എല്ലായിടത്തും. അപ്പൊ ഒന്നും നമുക്കത് ചെയ്യാൻ പറ്റൂല. പക്ഷെ അവര് കേക്കില്ല അല്ലേ? കേക്കണം. ഉരിയാടതയും വേണം കളിക്കാനൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്താക്കാം. ഇന്ദ്രൻ ഉരിയാടാണ്ട് ഇങ്ങനെ ആർക്ക് കളിക്കും? അത് പറ്റും. പിന്നെ പറ്റൂലേ? നമ്മൾ ആദ്യം എന്താണെന്നറിയോ, നമ്മളൊരു വിർച്വൽ ക്യാരക്ടറിനെ നമ്മൾ ആദ്യം സങ്കല്പിക്കണം മനസ്സിൽ. അത് നമുക്ക് ഡിസ്കോഡ് ഇരുന്നാ പോരെ? മണ്ടന്മാരാണോ നിങ്ങൾ? നിങ്ങൾ എന്താ നിങ്ങൾ സംസാരിക്കുന്നത്? എല്ലാരും ഡിസ്കോഡ് ഇരുത്താൻ പറ്റൂടാ? ഉമിങ്ങളൊന്നും കേറാൻ വയ്യ ഇപ്പം. ഉമ്മകള് കേറിട്ട് വേണം. അവിടെ വലിയ കാര്യങ്ങളൊക്കെ നടക്കണം. നിങ്ങൾ എന്താണ് പറയുന്നത്? ന്യൂ റൂൾസ് എന്തിനാണ്? അതെന്താ ന്യൂ റൂൾസ്? കൊറേ പറയുന്നുണ്ട് ന്യൂ റൂൾസ്. ചന്ദ്രു, പിന്നെ മറ്റേ സാധനം അടിക്കരുത് ഇനി ആരെയും. ഏതാ? ചെവിക്കല് തീർച്ചയായിട്ടും കൊടുക്കത്തില്ല നമ്മള്. പീഡി എടുത്തൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇന്നലെ പോയി പീഡിയുടെ ചെവിക്കലിന് അടിച്ചതിന് ഇൻസ്റ്റന്റ് ബാൻ. അത് ഇമോട്ടൊക്കെ ഇട്ടിട്ട് പോയിട്ട് ആത്തുപടി പീഡി ഇപ്പൊ ശരിക്കും പോയിട്ട് പീഡിനെ മോന്തക്കിട്ട് അടിച്ച് കഴിഞ്ഞപ്പോ പീഡി വെറുതെ വിടുവോ? അല്ല പോലീസ് പിടിച്ച് അകത്തിടണം. ബാങ്ക് കൊടുക്കണ്ടായിരുന്നല്ലോ. കൂടെ കേട്ടോ. നോക്കട്ടെ എവിടെ നോക്കാൻ പറ്റും ന്യൂ ഗ്യാങ് റൂൾസ്? അത് എക്സ്ട്രാ നോക്കണം ചന്ദ്രു. കളിക്കുന്ന എന്താണ് അതൊക്കെ? നല്ല റൂളാണ് ചന്ദ്രു. നമുക്ക് എവിടെ കാണാൻ പറ്റും? ഗ്യാങ് അനൗൺസ്മെന്റിലായിരിക്കും മേ ബി. ഗ്യാങ് അനൗൺസ്മെന്റ് എവിടെ? ഇതൊക്കെ എന്തിനു ഇത് കാണുമ്പോൾ തന്നെ പേടിയാണ്. VC, ഗ്യാങ് TV, ഗ്യാങ് ചാറ്റ്, ഗ്യാങ് TV, ടർഫ് റൂൾസ്, ടർഫ്, ഗ്യാങ്സ്, ഗ്യാങ് ലോഗോ, ഗ്യാങ് അനൗൺസ്മെന്റ്. 24-ാം തീയതി ഇന്നിട്ട ഒരു സാധനം. അർജന്റ് ഗ്യാങ് ഹൗസ് അലോക്കേഷൻ ആൻഡ് അവൈലബിലിറ്റി. ഇതാണോ? നീ കോലിയോട് ഗ്യാങ് ഹൗസ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ആരും ഇല്ലാണ്ട് ഹോസ്റ്റ് എടുക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? അങ്ങനെ ആരില്ലാതെ ലീഡറും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഹോസ്റ്റ് എടുക്കാൻ പറ്റൂല. അതല്ലേ പറഞ്ഞപ്പോ. കുഴപ്പമില്ല എന്തിനാ ഞാൻ effective immediately. Combat logging in hostage situation. Any player who combat logs during a hostage situation will receive a indefinite gang restriction. അതിന്റെ മീനിങ് എന്താ പറയാ? അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ അന്നേരം കിട്ടും. അൺഡിഫൈൻഡ് ആയിരിക്കും മിക്കവാറും. അൺഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. മനസ്സിലായില്ലേ? അതാണ്. പെർമനന്റ് ചോദ്യം ഇമ്മീഡിയറ്റ് ആക്ഷൻ. പിന്നെ നമ്മള് ബി ഇംഗ്ലീഷ് പറഞ്ഞുവിടാമാർക്ക് കളിക്കല്ലേ നമ്മളോട്. നമ്മൾ രണ്ടും ബി ഇംഗ്ലീഷാണ്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാങ് റെസ്ട്രിക്ഷൻ ഇത് പണി കിട്ടും. ഇത് കണ്ടോ? മാരേജ് സർട്ടിഫിക്കറ്റിന് 40 lakhs, സർട്ടിഫിക്കറ്റ് ഓഫ് അഡോപ്ഷൻ 20, സിറ്റിസൺ ക്ലിയറൻസ് അതൊക്കെ. മാരേജ് സർട്ടിഫിക്കറ്റ് അത് വേണം. scenario will continue using a replacement hostage. റീപ്ലേസ്മെന്റ് ചെയ്യാൻ പറ്റും. There will be no ലീഡറിനെ എടുക്കാൻ പറ്റത്തില്ലെന്ന് എന്തോ ഉണ്ട്. Okay. ലീഡറിനെ കോളിഡർ എടുക്കാൻ പറ്റില്ലേ? You are not allowed to participate in any gang related activities. The restriction remains until the opposing gang officially confirms they have no issue with your return to gang RP. Staff will not remove the restriction. വിഷയമാണല്ലോ. Do not engage if you cannot commit. Do not involve yourself in situation that will lead
to being taken hostage if you are not prepared to fully roleplay it. If you cannot handle being hostage in area, do not participate in gang conflicts. Do not engage in high risk RP situation. Hostage roleplay boundaries. ഗൈസ് സത്യം പറഞ്ഞാൽ ഇത് കൈൻഡ് ഓഫ് കുറേ പേരിപ്പം ഈ ഹോസ്റ്റേജ് സിറ്റുവേഷൻ എന്നുള്ള സാധനത്തിന് ഇതാക്കത്തില്ല. ഈ PvP എന്നുള്ള സാധനം സിറ്റിയിൽ വന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഒരു ഗ്യാങ്ങും ഒരു 2 ഫാമിലീസ് അല്ലെങ്കിൽ 2 ഗ്യാങ് തമ്മിൽ അടി നടക്കുമ്പോൾ മീൻസ് എന്താ പറയുക, എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ചോദിക്കാൻ വരുന്ന അല്ലെങ്കിൽ നമുക്കൊരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ നിന്നൊക്കെ ചോദിക്കാൻ വരത്തില്ലേ, ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ഈ സംഭവം തുടങ്ങിയത്. ഒരു ഫാമിലി വൈസ് അത് പക്ക PvP മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് തോക്കാൻ പറ്റൂല അല്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള നിർബന്ധത്തിലാണ് ഇപ്പൊ RP പോകണം. ശരിക്കും പറയാൻ ശരിക്കും നല്ലതാ. കുറെ ഇങ്ങനത്തെ റൂൾസ് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിയർ ആഫ്റ്റർ ലീഡേഴ്സ് ഓർ കോ-ലീഡേഴ്സ് കനോട്ട് ബി ടേക്കൻ ആസ് ഹോസ്റ്റേജസ്. അപ്പൊ ഓക്കെ 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 ഫോഴ്സിങ് ഹോസ്റ്റേജസ് ടു ഇനി റൂൾസ് ഒക്കെ വരും ഗൈസ്. റൂൾസ് ഒക്കെ വരും. അങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് മെമ്പറിനെ എടുക്കാന്ന് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ സിറ്റിയിലെ പണക്കാരന്മാര് സൂക്ഷിച്ച് നടക്കണം. ആ രീതിയിലൊക്കെ RP വരണം. അത് അങ്ങനെ വേണം. അല്ലേ അത് വേണം. അല്ലാതെ പിന്നെ അങ്ങനെയാണ്. ചന്ദ്ര രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടു. ഇല്ല, ഞാൻ പണ്ട് ഹോസ്റ്റേജ് ഒന്നും ആയിട്ടില്ല. ഞാനങ്ങനെ ഹോസ്റ്റേജ് ഒന്നും ആവണ ആളല്ല. ഞാനങ്ങനെ ചുമ്മാ ലോക്കല് പിള്ളേരുടെ അടുത്ത് പോയി അടി ഉണ്ടാക്കാറൊന്നും പോകാറില്ല. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും നമ്മുടെ ഒരു ക്ലാസ് കളഞ്ഞ് കളിക്കാറില്ല. അതുകൊണ്ടാണ് ഇതുവരെ ചുമ്മാ പറഞ്ഞ നാളെ ആരെയൊക്കെ പായലൊക്കെ അടിച്ചു. ചന്ദ്ര മറ്റേ ചന്ദ്രബലിയുടെ വീഡിയോ ഉണ്ടോ? ഇല്ല എടി എല്ലാവരും ക്യാരി ചെയ്ത ക്ലാസ് നിന്റെ കൂടെ കളിക്കാൻ പറഞ്ഞു. നമുക്ക് കളിച്ചാലാ? ക്യാരി ക്ലാസ് ഉണ്ടോ അതിന്റെ? ഇല്ല ഇല്ല നല്ല തീരൂല. അതാണ് പ്രശ്നം. ഇത് ഞാൻ ഗെയിമിന് ഒരു എൻഡിങ് കാണൂല, അതാ പ്രശ്നം. ബാക്കി ഓക്കെ അല്ല, അതിപ്പോ എല്ലാരും കളിക്കല്ലേ. ഇവര് കളിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ മറ്റേ റിയനിമൽസ്. അത് കളി. സിമ്പിൾ അല്ലേ? അത് കേൾക്കുമ്പോഴാണ് മനുഷ്യനങ്ങ് പൊളിയണത്. ചന്ദ്ര റിയനിമൽസ് കളി നിങ്ങൾ രണ്ടും കൂടെ. കളിക്കുന്നത് ഞാൻ കണ്ടില്ല. അതെ മിന്നിയാണ് കളിക്കുന്നത്. നൈസ് സാധനം. റിയനിമൽ ഇതെന്തോന്ന് പറയേ? ഡേറ്റ് ഇതെല്ലാം കൊടുത്താലേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. നീ ആര് ഗുണ്ട തിരക്കണ്ണ? കാറ്റൊക്കെ ഇല്ലേ, കാറ്റും വിളിച്ചൊന്നുമില്ല. അപ്പൊ നമ്മള് മനസ്സിലായില്ലേ? എത്ര കളി പറഞ്ഞത്? ഏതാ അത്? രണ്ടുപേര് റിയനിമൽ ഇല്ലേ? രണ്ടുപേര്. എന്താ സംഭവം? ചന്ദ്രൻ ഡെമോ കണ്ടുനോക്ക്. ഗ്രാഫിക്സ് കണ്ടങ്ങ് ഇഷ്ടപ്പെട്ട്. നല്ല സാധനം. എവിടെയാ? എത്ര പേടാണോ? പേടി ഗെയിമാണോ? ക്ലാസ് അത് അതിന് നമുക്ക് കളിക്കണോ? ഇപ്പൊ കളിക്കണം. എന്തായാലും സിറ്റിയിൽ വെച്ചിരുന്നു നിങ്ങൾ കളിച്ചിട്ടോ? ഡൗൺലോഡ് ചെയ്ത് വന്ന് നല്ല സമയം എടുക്കുന്നത്. ആ ചീട്ടുകളിയാ മതി. ചീട്ടുകളി എന്റെ കയ്യിലുള്ള ബ്രോ എടാ ഇത് വിൽക്കാൻ പറ്റുമോ? ഗെയിം അല്ല ആർക്കെവിടെ വിറ്റല്ല? വിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് വാങ്ങിച്ച് ഇത്ര ടൈം ഉണ്ട് അതിന് മുന്നിൽ അകത്തെ പറ്റില്ല. സിമ്മി കൊള്ളാലോ. അല്ല സിറ്റിയിൽ അളിയനെ ഒരു റെഡ് കാറനെ ഇടിച്ചിട്ടളിയാ. അതായത് മറ്റേ RPയില് മറ്റേ പറയില്ലേ, നീണ്ട കാലൊക്കെ കിടന്ന് കാലൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ ഇങ്ങനെ മറ്റേ
ഡീഗ്രേഡിങ് ആക്ട്സ് മറ്റേ ആളുടെ മറ്റേ ക്യാരക്ടറിനെ ഡിഫെയിം ആക്കുന്ന രീതിക്കുള്ള പരിപാടികളും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ പറയാ, പിന്നെ മറ്റേ പട്ടിയെ പോലെ ഇന്ന് കുറയ്ക്കി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും ഇനി മുതൽ ചെയ്യാൻ പാടില്ല. പിന്നെ ലീഡറും കോ ലീഡറും ഹോസ്റ്റേജ് എടുക്കാൻ പാടില്ല. ലീഡറിന് കോ ലീഡറിന് ഹോസ്റ്റേജ് എടുക്കാൻ പാടില്ല. അളിയാ എടുത്ത് ഇപ്പൊ ഇതെന്താ അറിയാണ്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ പ്ലെയർ മാറ്റി കൊടുക്കും. ഞാൻ പറയാം സാർ എടുത്തോളാം. എന്നെ ഒരു ഗ്യാങ്ങറിനെ എടുത്തിട്ടില്ലേ, ആ എന്നെ ആകപ്പാട് എടുത്തുള്ളത് ഇവിടുമാരൊക്കെ. സ്പെസിഫിക് മെസ്സേജ് ഇൻ ദ അത് എന്നെയും ചാറ്റില് സാർക്ക് എന്നെയും ഒരു നമ്മള് മെസ്സേജ് പിടിപ്പിക്കാൻ പാടില്ല. ധൈര്യപ്പെടില്ലല്ലോ ആരും. ഇത് ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ ഓ, ഇത് ഹോസ്റ്റ് കൊള്ളാം. എടുത്തിട്ട് ആ. ചാറ്റിൽ ഇടിപ്പിക്കുക. നമ്മളും പറഞ്ഞ കേസ് അത്. അതാ. കാരണം അത് പട്ടി ശോക പരിപാടിയാണ്. അത് അങ്ങനെ അത് ചോദ്യം. സത്യം.